ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സിവി സാജിദ്. മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ ആണ്, സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെ പ്രൊഡക്ട്സ് ബെറ്റർ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ്. കാരണം വാട്സപ്പ് റിപ്ലൈ ഉണ്ട്, പക്ഷേ അത് നാളെ ഉണ്ടാകത്തുള്ളൂ. വാട്സപ്പ് റിപ്ലൈ വരുന്നത് 8:30 AM to 5:30 PM ആണ്, മൺഡേ ടു സാറ്റർഡേ. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. കാരണം സൺഡേ നമുക്ക് കോൾസ് വരാറുണ്ട്, വാട്സപ്പിൽ റിപ്ലൈ വരുന്നില്ല എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റീസൺ സൺഡേ നമുക്ക് ഹോളിഡേ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. വെബ്സൈറ്റ് പരമാവധി ശ്രമിക്കുക, കാരണം നമ്മുടെ മെയിൻ സ്റ്റാഫൊക്കെ ഹോളിഡേക്ക് വെക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പം വാട്സപ്പിൽ റിപ്ലൈസ് ഒക്കെ ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരാൾക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ബെറ്റർ എപ്പോഴും വെബ്സൈറ്റ് എടുക്കുക. ഇനി വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ക്യാഷ് കട്ടാവോ, ഇനി നമ്മൾ റെസ്പോണ്ട് ചെയ്യുമോ, ഒന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കസ്റ്റമർ സപ്പോർട്ട് നമ്പർ എപ്പോഴും ആക്റ്റീവാണ്. വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന എന്ത് ഡൗട്ടിനും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് കട്ടായിട്ട് ബുക്കിംഗ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ അത് ഒരു പൈസ പോലും പോകുന്നുള്ള പേടി വേണ്ട. നമ്മൾ 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഒട്ടും താമസിക്കുക, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എല്ലാം നല്ല അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും ക്യാഷൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയം എന്നറിയാം. എന്നാലും നല്ല കളക്ഷൻസ് വന്നപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സാലറി വന്നിട്ട് മേടിച്ചാലും മതി, സ്റ്റോക്കൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്, അതായത് നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്ന കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ പേരുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. മുൻപ് നമ്മൾ പറഞ്ഞിട്ടില്ല. സർപ്രൈസ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് കുർത്തീസ് നമ്മുടെ റിസീവ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസോ അതിനെക്കുറിച്ച് ഒപ്പീനിയൻസോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്തവരുടെ, എസ്പെഷ്യലി ഫോട്ടോസ് ഷെയർ ചെയ്തവരുടെ പേരുകളാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ഐറ്റം തന്നെ നല്ലൊരു പ്രീമിയം കളക്ഷനാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടായിട്ട് ഒരു ഡിഫറെൻറ്റ്, നമ്മളെപ്പോഴും കുർത്തീസിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത്യാവശ്യം നമ്മുടെ കുർത്തീസിന് റേറ്റ് ഉള്ളതും കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇതിനകത്ത് വരുന്നത് ഈ നമ്മുടെ ലൂറക്സ് ലൈൻ പോലത്തെ ഒരു സ്റ്റിച്ച് വർക്ക് നമ്മൾ ഓൾ ഓവർ ദ കുർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് യോക്ക് ഏരിയയിലേക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളി, അതായത് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതല്ല, ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ പൊങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫ്, അതായത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത പോലത്തെ വർക്കാണ്. അതിൽ നമ്മുടെ പിങ്കും പീച്ചും ഗ്രീൻ ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക്. 3/4 സ്ലീവ്സ് ആണ്, അതിനുകൊണ്ടൊരു ഡിഫറൻസ്. 3/4 സ്ലീവ്സിൻ്റെ ഈ ഒരു എൽബോ ഏരിയയിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ വണ്ണം ഏതാണോ അത് തന്നെ എടുത്താൽ, 1 സൈസ് അപ്പ് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല, ഇലാസ്റ്റിക്കാണ്. പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് 3/4 വേണ്ട, എൽബോ സ്ലീവ് ആക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈല് നമുക്കിവിടെ കിട്ടും. ഇനി അത് വേണ്ട 3/4 മതി എന്നുള്ളവർക്ക് ഇങ്ങനെ വലിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ 3/4 സ്ലീവ്സും കിട്ടും. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്, കോട്ടൺ ലൈനിങ് ആണ്, ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്, നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. വീഡിയോയിൽ ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മേളിൽ നിന്നുണ്ട് സൈഡിൽ നിന്നുണ്ട്. സോ നിങ്ങൾക്ക് കറക്റ്റ് കളേഴ്സ് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഞാൻ പറയുന്ന കളേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഒരു പീച്ച് മിക്സ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് നമ്മുടെ കരിനീര ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് വൈൻ ഷെയ്ഡാണ്. എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയുള്ള അടിപൊളി ഷെയ്ഡ്സ്. മീഡിയം ലാർജ് XL ഡബിൾ XL സൈസാണ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് XL ആണ്. എനിക്ക് ഹിപ്പ് ഏരിയയിൽ ഒരു പൊടിക്ക് ലൂസാണ്, പക്ഷെ ഞാനത് കംഫർട്ടബിൾ ആണ്. എനിക്ക് ടൈറ്റ് ഫിറ്റിനേക്കാൾ ലൂസ് ഫിറ്റ് ആണ് ഇഷ്ടം വരുന്നത്. ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. ഈ ഒരു ലൈൻ ഇതിൽ കൂടെ പോകുന്നതും ഇതിൻ്റെ എംബ്രോയ്ഡറിയും സ്ലീവ്സിൻ്റെ വർക്കുമാണ് ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് എംബ്രോയ്ഡറിയുടെ. ബാക്ക് സൈഡ് വരുന്നതും ഓൾ ഓവർ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ലൂറക്സ് ലൈൻ പോലെയാണ് നമുക്കത് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം. കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കണ്ടോ. സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് ആണ്, ബ്രാൻഡഡ് ഐറ്റം ആണ്. റേറ്റ് വരുന്നത് 720, മീഡിയം ലാർജ് XL ഡബിൾ XL. വെബ്സൈറ്റ് ത്രൂ ഈ സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് കളേഴ്സ് നോക്കാം. സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. കണ്ടു കഴിയുമ്പോൾ ഒരു നരപ്പുള്ള ഗ്രീൻ പോലെ തോന്നും, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഡൾ ഷെയ്ഡല്ല, നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് സ്ലീവ്സ് വരുന്നത് കണ്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീവാണ്. എലാസ്റ്റിക് ആണ്, ഇത് എത്രയും എലാസ്റ്റിക് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ അത് എൽബോ ആയിട്ടോ 3/4 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. മീഡിയം ലാർജ് XL ഡബിൾ XL സൈസസിൽ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 720. അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്. അങ്ങനെ എപ്പോഴും കിട്ടാത്ത നല്ല ഭംഗിയുള്ള പീച്ച് മിക്സ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ്.
റെഡിഷ് പീച്ച് മെറൂൺ ബ്ലെൻഡ് ആണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആണ് യെല്ലോ കളറിൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടാണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് സൈഡ് വരുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 720. ദിസ് ഇസ് ദ തേർഡ് കളർ ഓപ്ഷൻ. അടുത്ത കളർ നല്ല ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ. വേറെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നല്ല ഡാർക്കർ ബ്ലൂ ഷെയ്ഡ്, കരിനീല ഷെയ്ഡാണ്. നേവി ബ്ലൂവിൻ്റെ ഒക്കെ ഒരു മിക്സ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. യോക്ക് നോക്കി നല്ല ഭംഗിയുള്ള യോക്ക് വർക്കാണ്. നല്ല പെർഫെക്റ്റ്ലി സ്റ്റിച്ചിങ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ്. റേറ്റ് വരുന്നത് 720. കോട്ടൺ ആണ് ഫാബ്രിക്കെങ്കിലും ഉണ്ടല്ലോ, കയ്യിൽ കെട്ടുമ്പോൾ ശരിക്കും ഒരു ജീൻസിൻ്റെയൊക്കെ മോഡല്, ജീൻസിൻ്റെ ഫാബ്രിക് ജീൻസ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് നമുക്കിങ്ങനെ തോന്നും. ഡെനിംസ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് വൈൻ ഷെയ്ഡാണ്. അതിലേക്ക് വന്നിരിക്കുന്ന യോക്കിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ എല്ലാം നല്ല ഒരു മെറ്റാലിക് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ്. ഒരു എന്നാ പറയുന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണുമ്പോൾ മനസ്സിലാകും. റേറ്റ് വരുന്നത് 720. ദിസ് ഇസ് ദ ഫൈനൽ ഷെയ്ഡ്. നാട്ടിലെ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹക്കോബയാണല്ലോ. എവിടെ നോക്കിയാലും ഹക്കോബയിലെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബ കുർത്തീസാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ബോൾ പ്രിന്റഡ് ഹക്കോബയാണ് വന്നിരിക്കുന്നത്. കളേഴ്സ് സൂപ്പറാണ്. ഫസ്റ്റ് വൺ വരുന്നത് ലാവൻഡർ വയലറ്റ് ഷെയ്ഡ്, സെക്കൻഡ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ്, തേർഡ് വൺ വരുന്നത് റെഡ് റാണി ഷെയ്ഡ്, ഫോർത്ത് വൺ വരുന്നത് മെറൂൺ ഷെയ്ഡ്, ഫിഫ്ത്ത് വൺ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് ഒരു ഗ്രീൻ ഗ്രാം ഷെയ്ഡ്. എല്ലാ ഷെയ്ഡ്സും സൂപ്പറാണ്. ഫാബ്രിക് ക്വാളിറ്റി സൂപ്പറാണ്. കാരണം ഇത് ബ്രാൻഡഡ് കുർത്തിയാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് 795 മാത്രമേ ഉള്ളൂ. മീഡിയം തൊട്ട് XXL സൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ലാവൻഡർ വയലറ്റ് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര റെയർ ആണ്. എക്സാക്റ്റ് ലാവൻഡറിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരും കേട്ടോ ഷെയ്ഡ്. പിന്നെ നമ്മുടെ അധികം അങ്ങനെ ഇതുവരെ ഈ ഒരു കളർ വന്നിട്ടുമില്ല. അപ്പം യോക്കിലേക്ക് വന്നിരിക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. സെൻറ്ററിൽ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. സോ വയറുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. 47 ഇഞ്ചസ് ലെങ്തിൽ ഫുൾ ലെങ്തിൽ ലൈനിങ് കൊടുത്ത് കോട്ടൺ, നല്ല പ്യോർ കോട്ടൺ ഹക്കോബ കുർത്തിയാണ്. നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. 795 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഒരെണ്ണം നമുക്ക് വെയർ ചെയ്യണം. അപ്പം നല്ല പ്രീമിയം കോട്ടൺ, പ്യോർ കോട്ടൺ ഹക്കോബ കുർത്തീസ് ആണ്. നല്ല ഡിസൈനർ വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കുർത്തി. വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് ഇങ്ങനെ ചെറിയൊരു വീക്കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി കൂടിയ എംബ്രോയ്ഡറി വർക്ക്. സെൻറ്ററിൽ ചെറിയൊരു പ്ലേറ്റ്, ഇൻവേർട്ടർ പ്ലേറ്റ്സ് ആണ്. ഭയങ്കര ട്രെൻഡിയാണ് ഇങ്ങനെ ഇൻവേർട്ടർ പ്ലേറ്റ്സ് വരുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ സൂപ്പറാണ്. 3/4 സ്ലീവ്സ്. ബോഡി പോർഷൻ ഫുൾ ലെങ്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്ന നല്ല കളറുള്ള അടിപൊളി ഹക്കോബ കോട്ടൺ കുർത്തീസ്. മീഡിയം ലാർജ് XL XXL. റേറ്റ് വരുന്നത് 795. ബാക്കി കളേഴ്സ് വേഗം നോക്കാം കേട്ടോ. ഭയങ്കര അടിപൊളി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത്. ബ്രാൻഡഡ് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഫിറ്റിങ്സ് നമുക്ക് കിട്ടുന്നത്. ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് XL സൈസാണ് കേട്ടോ. നല്ല കളറാണ്. അടുത്തത് വരുന്നത് ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളറാണ്. ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ. പ്യോർ കോട്ടൺ ഹക്കോബയാണ്. അതിലേക്ക് വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. മീഡിയം ലാർജ് XL XXL സൈസസിൽ അവൈലബിൾ ആണ്. ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും നല്ലതാണ്. കാരണം ഹക്കോബ അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ്. അതിൽ വരുന്ന ഏത് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സും സൂപ്പറുമാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിയേ. നല്ല ഭംഗിയുള്ള റെഡ് റാണി ഷെയ്ഡാണ്. അത് റാണി പിങ്കിൻ്റെ കൂടെ റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഇടിവെട്ടല്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് റെഡ് റാണി ഷെയ്ഡ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആണ് ടീ ബ്ലൂവും ഗ്രീനും വെച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറുള്ള ബോട്ടം ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ സംഭവം സൂപ്പറായിരിക്കും. ഇനി വൈറ്റ് ബോട്ടംസ് ആണെങ്കിലും നന്നായിട്ട് ഇതിനോട് പോകും കേട്ടോ. അപ്പോൾ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് കേട്ടോ. ലൈനിങ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. അതും വെറും 795 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. സെയിം ഐറ്റം നിങ്ങൾ ബൊട്ടിക്സിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എന്തോ ഒരു റേറ്റ് ആവുമെന്ന് അറിയാം. നമ്മൾ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കുർത്തീസ് തരാൻ പറ്റുന്നത്. അടുത്ത കളർ ഒരു രക്ഷയില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. എപ്പോഴും കിട്ടാത്ത ബ്ലഡ് റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല കളർ ഷെയ്ഡ്. ക്ലോസർ വ്യൂ കാണിച്ചു തരാം. സൂപ്പർ ഷെയ്ഡാണ്. റെഡ് വൈൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉള്ള നല്ലൊരു കളറാണ്. ഈ ഒരു കളർ എല്ലാവർക്കും നന്നായിട്ട് ചേരുകയും ചെയ്യും കേട്ടോ. അപ്പം അതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ക്ലോസർ വ്യൂ ആണ് കാണിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. കളറിൽ മാത്രം വരുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് സിംഗിൾ പീസ് ഡ്രസ്സായിട്ടൊക്കെ വെയർ ചെയ്യാൻ സൂപ്പറാണ്. റേറ്റ് വരുന്നത് 7. ഫൈനൽ കളർ ഷെയ്ഡ് ഒന്ന് നോക്കിയേ. ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ വന്നിട്ടേ ഇല്ലല്ലോ. നല്ല ഗ്രീനാണ്. ശരിക്കും ഗ്രീൻ ഗ്രാമിനോട് ചേർന്ന് നിൽക്കുന്ന അടിപൊളി കളർ ഷെയ്ഡ്. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബോൾ പ്രിന്റഡ് ഹക്കോബ. നല്ല എ ലൈൻ കട്ടിംഗ് ആണ്. നല്ല ഫ്ലെയർ ഒക്കെ ഇട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ സൂപ്പറാണ്.
ഏത് സൈസാണോ ആ സൈസ് തന്നെ എടുത്തേച്ചാൽ മതി. ട്രൂ ടു സൈസാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. റേറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 7. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈനർ വിയർ കുർത്തിയാണ്. ബ്രാൻഡഡ് ഐറ്റം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ്. റേറ്റ് 699. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനുള്ളത് ഹക്കോബയുണ്ട്. എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് സെയിം പോലെ തന്നെയാണ് പിൻടെക് കുർത്തീസിൻ്റെ എപ്പോഴും ഡിമാൻഡ്. അപ്പോൾ ഇത് ഫുള്ളി പിൻടെക്സ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ. കളർ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡുണ്ട്. പിന്നെ ഇതൊന്നും ഒരു കറക്റ്റ് ആ ഷെയ്ഡല്ല. ഇപ്പോൾ ഇത് ബ്ലൂവിൻ്റെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്. ഇതെന്ന് പറയുമ്പോൾ മെറൂണിൻ്റെ കൂടെ തന്നെ പല കളേഴ്സ് മിക്സ് ആയിട്ടുള്ള നല്ല ബേസ് കളറാണ് മെറൂൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നേവി ബ്ലൂവും പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സ്. എല്ലാം നല്ല ക്ലാസി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. എക്സൽ സൈസാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, പിൻടെക്സ് ആണ്. ഇത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ? ഈ യോക്കിന്ന് പിൻടെക്സ് വന്നിട്ട് അതിങ്ങനെ ബോഡി പോർഷനിലേക്ക് പോയേക്കുവാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ പിൻടെക്സ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് 3/4 സ്ലീവ്സ് കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് നോക്കി ഇത്രയും നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. അത് നല്ല 3D എഫക്റ്റ് കിട്ടുന്ന എംബ്രോയ്ഡറി ആണ്. ഒരു ലോക്കൽ ക്വാളിറ്റി എംബ്രോയ്ഡറി അല്ല, നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. ഓൾ ഓവർ നമ്മുടെ ലൂറക്സ് ലൈൻ പോലെ തന്നെ വരുന്ന റണ്ണിങ് സ്റ്റിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ്ങിന് ഒരു ആവശ്യമില്ല, കാരണം അത്രയും ഫീച്ചേഴ്സ് ഓൾറെഡി ഇതിനുണ്ട്. ലൈനിങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആവത്തില്ല. അപ്പോൾ റേറ്റ് വരുന്നത് 699. ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം. വീഡിയോയിലൊന്നും മനസ്സിലാവുന്ന കാണത്തില്ല. ഇത് ഫുള്ളി പിൻടെക്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കളറ് വേറെ. അപ്പോൾ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ പ്രീമിയം ക്വാളിറ്റി പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഓൾ ഓവർ പിൻടെക്സ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ്. ഓൾ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്കിൽ മാത്രമല്ല, യോക്കിൽ ചെയ്തിരിക്കുന്ന പിൻടെക്സ് വർക്ക് ഇങ്ങനെ ബോഡി പോർഷനിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. നല്ല ഫ്ലെയർ ഉള്ള ഏലിയൻ കട്ടിംഗ് ആണ്. അപ്പോൾ ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം. 3/4 സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക്. പ്യുവർ കോട്ടൺ ആയിട്ട് തന്നെ തിക്ക് ഫാബ്രിക് ആണ്. ലൈനിങ് ഇല്ലെങ്കിലും ഒരു വൃത്തികേട് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻസിയോ ബോറോ നമുക്ക് തോന്നത്തില്ല കേട്ടോ. അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് മോഡൽ. 699. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഞാൻ വെയർ ചെയ്യുന്നത് എക്സൽ. അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബേസ് കളറാണ് മെറൂൺ, എന്നാൽ എക്സാക്ട്ലി മെറൂണും അല്ല. നല്ല ഒരു അടിപൊളി ഐറ്റം. പിൻടെക്സിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പിൻടെക്സിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഓൾ ഓവർ ഇത് കാന്ത കോട്ടൺ അല്ല, എന്നാൽ കാന്ത സ്റ്റിച്ച് വർക്ക് പോലെ ഓൾ ഓവർ സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ലീവ്സിൻ്റെ എൻഡിലുള്ള വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. പ്യുവർ കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. റേറ്റ് വരുന്നത് 699. അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ഒരു കിങ് ഫിഷർ ബ്ലൂ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ. കിങ് ഫിഷർ ബ്ലൂവും ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം. അതായത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാബ്രിക്കിൻ്റെയൊക്കെ ഗുണം കംഫർട്ടാണ് കേട്ടോ. നല്ല കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ഫിറ്റിങ്ങും ആണ്. നല്ല സുഖമാണ് വെയർ ചെയ്യാനും. ചൂട് സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ലൈനിങ് ഇല്ലാത്തതിൽ ഒരു ബോറും ഇല്ല, കാരണം അത്രയും നല്ല ഫിറ്റിങ്സിലാണ് കാര്യങ്ങൾ ചെയ്ത് വന്നിരിക്കുന്നത്. ഫാബ്രിക് ക്വാളിറ്റിയും സൂപ്പറാണ്. റേറ്റ് 699. അപ്പോൾ നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അയച്ച കുർത്തീസൊക്കെ റിസീവ് ചെയ്ത്, എനിക്കറിയാം എല്ലാവരും തന്നെ തിരക്കാണ്, മേടിച്ച് പിന്നെ റിവ്യൂ പറയാനൊന്നും ആർക്കും സമയമില്ല. ബട്ട് ടൈം കണ്ടെത്തി നമുക്ക് ഫോട്ടോസ് ഇട്ട് തന്ന് റിവ്യൂസ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരുടെയും പേര് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. 25 മെമ്പേഴ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നെയിം ലിസ്, ശ്രീന, ദിവ്യ, പിന്നെ ഒരു നമ്പറാണേ 1188 ആണ് നമ്പറിൻ്റെ ലാസ്റ്റ്. ഹരേ കൃഷ്ണ, ഭാവന, ദിസാജി കുമാർ, സ്മിത ഷാജു, അനിത അപ്പു, നയന ബിജു, ശാലിനി ജയൻ, ജിനു ഷിജോ, രേഷ്, അനു ആർ നായർ, സച്ചു, നവീന, നീതു ജിനു, ടി കെ, അമി സുജസ്, സ്മിത, അനീഷ, സ്നേഹലത, ചന്ദ്രലേഖ, അജിശ്രീ, ലത സുരേന്ദ്രൻ. 26 ആയിട്ട് സിന്ധു പ്രമോദ് എന്ന് പറഞ്ഞ പേരൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം സിന്ധു പ്രമോദ് എന്ന് പറഞ്ഞ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്കാണ് ഫോട്ടോസ് അയച്ചു തരാറ് കേട്ടോ. അപ്പോൾ ആ പേരൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണം. അപ്പോൾ 26 പേരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് പറ്റുവാണെങ്കിൽ ഞാൻ അവർ അയച്ചിരിക്കുന്ന ഫോട്ടോസ് ഞാൻ പിൻ ചെയ്യാം. ചില സമയത്ത് അങ്ങനെ പറഞ്ഞാലും ചെയ്യാത്തതെന്ന് വെച്ചാൽ വീഡിയോയുടെ ഡ്യൂറേഷൻ ലോങ് ആണ്. എന്ത് ചെയ്താൽ അപ്ലോഡഡ് ആവത്തില്ലേ നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ എക്സ്ട്രാ ഇന്നൊക്കെ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചില സമയത്ത് അങ്ങനെ ഫോട്ടോസൊന്നും ആഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്.
അപ്പം നമുക്കിതിൻ്റെ വിന്നർ ആരാണ്. അപ്പോൾ 26 പേരുടെയും പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് നമ്മൾ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നോക്കാം. സർപ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് അവർ അയച്ചു തന്നതാണല്ലോ, അവരുടെ സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ അയച്ചു തന്നെ, പറയാതെ തന്നെ അയച്ചു തന്നവരാണ്. വിന്നർ ആരാ നോക്കാം കേട്ടോ. അനിത അപ്പു ആണ് വിന്നർ. അറിയാതെ കസ്റ്റമർ അല്ലേ, നമ്മളുടെ അടുത്ത് എപ്പോഴും കുർത്തി പർച്ചേസ് ചെയ്യുന്ന, കാലങ്ങളായിട്ട് പർച്ചേസ്, എനിക്ക് തോന്നുന്നു 1.5 വർഷത്തിന് മേളിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അനിത അപ്പു, കൺഗ്രാറ്റുലേഷൻസ്. ഫോട്ടോസ് അയച്ചു തന്നതിന് ഒരുപാട് നന്ദി. നമ്മളെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സ്, സൈസ്, കാര്യങ്ങളൊക്കെ ഇട്ട് തരിക. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കുർത്തി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സർപ്രൈസസ് ഇനി ഉണ്ടായിരിക്കും. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു 10 to 20 കമൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് ലോട്ടിട്ട് ഒരാൾക്ക് കുർത്തി ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇൻസ്റ്റാഗ്രാം ഉള്ളവരെല്ലാം ഫോളോ ചെയ്യണം കേട്ടോ. കാരണം യൂട്യൂബൊക്കെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഹാ ഡിസൈൻസിനൊക്കെ ഒരു കൂട്ടം ആളുകളിരുന്ന് ഈ റിപ്പോർട്ടൊക്കെ അടിച്ച് അവർ നല്ലതായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ചാനൽ കുറേ ദിവസം വർക്കിംഗ് ആയില്ല. പക്ഷേ ഇൻസ്റ്റാ പേജ് അത്രയും നന്നായിട്ട് റൺ ചെയ്യുന്നതുകൊണ്ട് അവർക്കത് കസ്റ്റമേഴ്സിനെ അറിയിക്കാനൊക്കെ പറ്റി. അതുകൊണ്ട് യൂട്യൂബിൻ്റെ കാര്യം ഇങ്ങനെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഏതാണേലും, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബാണ്. അപ്പോൾ ഒരു ഹാൻഡിൽ തന്നെ ഫോളോ ചെയ്യാണ്ട് 2 എണ്ണമെങ്കിലും മിനിമം ഫോളോ ചെയ്താലാണ് ആ ഒരു പേജ് നമുക്ക് കാണാനും, ഒരെണ്ണം ബ്ലോക്ക് ആയി പോയാൽ അടുത്തതിൽ നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നാളെ തിങ്കളാഴ്ച നമുക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിരിക്കുമേ. അപ്പോൾ ശരി, താങ്ക് യു.